നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോയാലോ? ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ ഷോപ്പിംഗ്. അപ്പോൾ ഞങ്ങളെല്ലാവരും പെരിന്തൽമണ്ണ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവാണ്. 200 ദിവസത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഓഫർ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടാണ് ഞങ്ങൾ ഈ പോക്ക് പോണത്. കൂടാതെ എൻ്റെ മാമൻ്റെ വീടിൻ്റെ കുടിയിരിക്കൽ ആവാറായിട്ടുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് വേണ്ട അല്ലാതെ ചില സാധനങ്ങളും കൂടെ വാങ്ങുന്നുണ്ടായിരുന്നു. സോ ആ പ്ലാനിങ്ങിലാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കല്യാണത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ടും ഇങ്ങനെ ഫാമിലി ആയിട്ട് ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലെ ഫാമിലി ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത്. കല്യാണത്തിന് മുന്നിപ്പോൾ ഒരുപാട് വർഷങ്ങൾ പോകുന്നതല്ലാതെ ആഫ്റ്റർ മാരേജ് ഫസ്റ്റ് ടൈമാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അറിയാം നെസ്റ്റോയിൽ പോയാൽ ഓൾറെഡി വെഴുകും എന്നറിയാവുന്നത് തന്നെ ചെക്കനെയും കൊണ്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. വിച്ചുവിനെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഷോപ്പിംഗ് ചെയ്യാനും കാലൊക്കെ. അവൻ അങ്ങനെ ഓരോന്ന് കാണിച്ചു തരും, അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് കാണിച്ചിട്ടൊക്കെ ചെയ്യും. എനിവേ നല്ല രസമായിരുന്നു. അപ്പോൾ അവനെയും കൊണ്ടുപോയി നമുക്ക് വേഗം സമാധാനത്തോടെ പോയിട്ടെല്ലാം എടുത്തിട്ട് വരാമല്ലോ. അല്ലെങ്കിൽ ആകെ വഴക്കാളി, പ്രത്യേകിച്ച് നൈറ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആകെ അലമ്പുണ്ടാക്കും. അപ്പോൾ മേമീനോട് ഇങ്ങനെ പറയണ്ട, അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞുള്ള സ്നിക്കേഴ്സൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. വാങ്ങിക്കൊടുത്തിരുന്നു, പക്ഷെ കഴിക്കാൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായില്ല. ചോക്ലേറ്റ് ഒന്നും കൊടുക്കാറില്ല. നമ്മൾ സാധനങ്ങൾ കുറച്ച് മേടിച്ചു. ഞാനിവിടെ വീട്ടിലേക്കുള്ളതും അവിടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ ബില്ലാക്കാൻ പോയി. അപ്പോൾ ബില്ലൊക്കെ ആക്കി പോകുന്നപ്പോൾ വിചാരിച്ചു ഫുഡും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന്. എന്തായാലും ഒരുപാട് നാളായില്ലേ ഒരുമിച്ച് കൂടിയിട്ട് നേടി നമ്മൾ നേരെ പെരിന്തൽമണ്ണ നെഹദി മന്തി പോയിട്ട് നല്ല വയറ് നിറച്ച് ഫുഡും കഴിച്ചു. അവന് കുറച്ച് റൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. ഓൾമോസ്റ്റ് 10 മണിയൊക്കെ ആയിരുന്നു. അങ്ങോട്ട് ഇപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ബൈ.